വളരെ കുറഞ്ഞ സമയത്തിൽ നമുക്ക് ലഞ്ച് ബോക്സിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണ്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകമാണ്. ഒരു കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി എന്ന് പറയുന്നത് കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ് കൂടുതൽ ചേർത്തോളൂ. ഞാനൊരു 4-5 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളീൻ്റെ കളർ ഒരുപാട് മാറരുത്, അപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളൂ കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തോരനായിട്ടും ചോറായിട്ടൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾ മിക്കവാറും തോരനൊക്കെ ബാക്കി വെക്കുകയാണ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല. ഉള്ളി ആ കടിക്കുന്ന പരുവം മാറിയാൽ മതി. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് റെഡിയാവുന്ന സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ബ്യൂട്ടി ബ്രാൻഡ് പരിചയപ്പെടുത്താം. റനിയ യൂത്ത് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് റാനിയയുടെ ലിഫ്റ്റിംഗ് ഐക്കോണ്ട ക്രീമാണ്. നമ്മുടെ കണ്ണിനടിയിലുള്ള കറുപ്പ് മാറാനായിട്ട് നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാം. ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ആ ഒരു പാക്കിംഗ് ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഡോട്ടായിട്ട് കണ്ണിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കണ്ണിൻ്റെ അടിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം യൂസ് ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം കാണാൻ പറ്റും. ഇവരുടെ എല്ലാ പ്രോഡക്റ്റും മലേഷ്യയിലുള്ള വേൾഡ്സ് ലാർജ് ഹലാൽ ലാബിൽ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ വെജിറ്റേറിയൻ ആണ്, ആൽക്കഹോളിക് ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും ആണ് കേട്ടോ. പിന്നെ ഇതിനകത്തൊക്കെ 24 കാരറ്റ് ഗോൾഡും വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു യൂത്ത്ഫുൾ സ്കിന്ന് കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാ പ്രോഡക്റ്റും അടിപൊളിയാണ്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴറ്റിയതിന് ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളകും ചേർക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പോളം ക്യാബേജാണ്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കൈപ്പിടി ഉണ്ടാവും, ഒരു കൈപ്പിടി നിറയെ ഉണ്ടാവും. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ക്യാബേജ് തോരനൊന്നും എല്ലാ കുട്ടികളും കഴിക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ക്യാബേജ് ആണെന്ന് മനസ്സിലാവുകയില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ക്യാബേജിനെ ഒന്ന് വേവിച്ചെടുക്കാം. ആ ഒരു ക്യാബേജിൻ്റെ പച്ച ചൊവയൊക്കെ മാറി നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് വരണം. ഇപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് സാധാ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം, ബസ്മതി അരി വേവിച്ച് ചേർക്കാം. അതല്ല നമ്മുടെ വീട്ടിൽ സാധാ വെക്കുന്ന ചോറ് മതി, അതാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെത് ഞാനിവിടെ മോൾക്കും കൂടെ കൊടുക്കുന്നതുകൊണ്ട് ചോറ് കുറച്ചും കൂടെ ഒന്ന് വേവിച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ചോറ് എന്നെ ചേർത്ത് കൊടുത്തില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ല ഫ്ലേവർ ആയിരിക്കും. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടില്ല, അതായാലും മതി. അവസാനമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടില്ല. നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ചെറിയൊരു പുളിപ്പ് ടേസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലെമൺ ഒരു 1/2 ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ചേർക്കുന്നില്ല, ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇനി നമുക്കിത് ടിഫിൻ ബോക്സിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു റൈസാണ്, ഉണ്ടാക്കി നോക്കുക, ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.